പേര് പോലെ തന്നെ സുന്ദരമായ തമിഴ്നാട്ടിലെ ഒരു കുഞ്ഞു ഗ്രാമമാണ് സുന്ദരപാണ്ഡിപുരം. സൂര്യകാന്തി സീസൺ ആയാൽ മലയാളികൾ അന്വേഷിക്കുന്ന രണ്ട് സ്ഥലങ്ങളിലൊന്നാണ് സുന്ദരപാണ്ഡിപുരം. മറ്റൊന്ന് ഗുണ്ടൽപേട്ടാണ്. തെക്കൻ ജില്ലകളിലുള്ള മലയാളികൾക്കാണെങ്കിൽ ഏറ്റവും എളുപ്പം പോയിട്ട് വരാൻ കഴിയുന്നത് സുന്ദരപാണ്ഡിപുരത്തും, വടക്കൻ ജില്ലകളിലുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പം പോകാൻ കഴിയുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ടിലേക്കുമാണ്. അങ്ങനെ സൂര്യകാന്തി സീസണിൽ ഈ രണ്ട് സ്ഥലങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സുന്ദരപാണ്ഡിപുരത്തേക്കാണ്. സുന്ദരപാണ്ഡിപുരത്തെ സൂര്യകാന്തി സീസൺ ഏതാണ്ട് ആരംഭിക്കാൻ സമയമായിട്ടുണ്ട്. നമ്മൾ വെറുതെ സൂര്യകാന്തി കാണാൻ മാത്രമായിട്ടല്ല പോകുന്നത്. തെങ്കാശിയിലെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് സുരണ്ടേ റൂട്ടിലുള്ള ചെറിയ പച്ചക്കറി കൃഷിയൊക്കെ കണ്ട് സുരണ്ടേ മാർക്കറ്റും കണ്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. പിന്നീട് വളരെ കുറച്ചു പേരെങ്കിലും കരുതിയിരിക്കുന്നത് ഈ ഒരു സുന്ദരപാണ്ഡിപുരത്ത് മാത്രമാണ് സൂര്യകാന്തി കൃഷി ഉള്ളത് എന്നാണ്. പക്ഷേ അല്ല, സുന്ദരപാണ്ഡിപുരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലായ സുരണ്ടേ, സാമ്പോർ വടകര തുടങ്ങിയ സ്ഥലങ്ങളിലും സൂര്യകാന്തി കൃഷി ചെയ്യാറുണ്ട്. ഓണം സമയമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാകാറുണ്ട്. ആ ഒരു സമയത്ത് സുന്ദരപാണ്ഡിപുരത്ത് തന്നെ നിന്ന് കറങ്ങാതെ സാമ്പോർ വടകര, സുരണ്ടേ എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൂര്യകാന്തി പാടങ്ങൾ കാണാൻ സാധിക്കും. ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം അതുകൂടിയാണ്. എവിടെയൊക്കെയാണ് സൂര്യകാന്തി പാടങ്ങൾ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി താമസിക്കേണ്ട, നമ്മുടെ സുന്ദരപാണ്ഡിപുരം യാത്ര ഇവിടെ ആരംഭിക്കാം. സമയം രാവിലെ 5:30 കൊല്ലം ജില്ലയിലെ പുനലൂരിലാണുള്ളത്. പുനലൂരിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല തണുപ്പൊക്കെയായി. നമ്മൾ കലയനാട് ഇറങ്ങി നമ്മുടെ സ്ഥിരം കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. ചായയൊക്കെ കുടിച്ച് തണുപ്പ് മാറ്റി നിൽക്കുമ്പോഴാണ് നമ്മുടെ ട്രെയിൻ റഡാർ എടുത്തൊന്ന് നോക്കിയത്. സ്ഥിരമായിട്ട് ഇതുവഴി പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ട്രെയിൻ പോകാറുണ്ടോ എന്ന് നോക്കാറുണ്ട്. അങ്ങനെ നോക്കിയ സമയത്ത് നമ്മുടെ കൊയിലോൺ മൈലെ ഇടമണ്ണ് കഴിഞ്ഞതായിട്ട് കാണാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കാഴ്ച കൂടി കണ്ടിട്ട് പോകാം. ഏറെ ചരിത്രം പറയാനുള്ള കൊയിലോൺ മെയിലാണ് ഇത്. കൊല്ലത്ത് നിന്ന് ചെന്നൈ എഗ്മോറിലേക്കാണ് സർവീസ് നടത്തുന്നത്. ഇടമണ്ണിലെ പുതിയ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചു. 650 രൂപയ്ക്കാണ് അടിച്ചത്. 35-നും 40-നും ഇടയ്ക്കാണ് എൻ്റെ വണ്ടിക്കൊരു മൈലേജ് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. യാത്രയുടെ ഒരു ആകെ ചെലവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കണക്കൊക്കെ പറയുന്നത്. കേരള തമിഴ്നാട് അതിർത്തി കടന്ന് കോട്ടവാസലിലെത്തി സൂര്യോദയം കണ്ടു. ഇവിടേക്ക് നല്ല ലൈറ്റ് ആയിട്ടുണ്ട്. കാരണം സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തെ കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. കുറച്ചും കൂടി താഴോട്ട് വന്നാൽ നമുക്ക് പശ്ചിമഘട്ടത്തിൻ്റെ മനോഹരമായൊരു ദൃശ്യം ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇറങ്ങി റെസ്റ്റ് എടുത്തു. ഏറെ പ്രയാസപ്പെട്ട് വാഹനങ്ങൾ കയറി വരുന്ന എസ് ബെൻഡിന് മുകളിലുള്ള ഭാഗമാണ്. ഈ ഭാഗത്തെ റോഡെല്ലാം പണ്ട് മുതലേ പൊളിഞ്ഞു കിടക്കുകയാണ്. ഏകദേശം ഒരു 5-6 വർഷത്തിന് മുകളിലായിട്ട് ഈ റോഡ് പൊളിഞ്ഞു തന്നെ കിടക്കുകയാണ്. വലിയ ഗർത്തങ്ങളായി മാറിയിട്ടുണ്ട്. പലപ്പോഴും 2 വീലറും കാറും ഒക്കെ അതിനകത്ത് വീണ് അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. മലയിറങ്ങി തെങ്കാശി ലേക്കിനടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതൊരു ഫോട്ടോ പോയിന്റ് ആണ്. ഒരുപാട് നല്ല ഫ്രെയിമുകളുണ്ട്. ഈ മരങ്ങളൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ ആഗ്രഹിച്ചതേ ഉള്ളൂ ഒരു KSRTC ബസ് ഇതിനിടയിലൂടെ വന്നിരുന്നു എങ്കിൽ. എന്തായാലും അതുപോലെ തന്നെ ഒരു ബസ് വരുന്നുണ്ട്. അത് രാവിലെ കൊല്ലത്ത് നിന്ന് എടുത്ത ഒരു തെങ്കാശി ബസ്സാണിത്. പുനലൂരിൽ നിന്ന് തെങ്കാശി വരെ വലിയ കാഴ്ചകളൊന്നും കാണാതെയാണ് നമ്മളിവിടേക്ക് എത്തിച്ചേർന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പോകാം. കാരണം നേരം നന്നായിട്ട് പുലർന്നിട്ടുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് സുന്ദരപാണ്ഡിപുരത്ത് എത്തിയാൽ മതി. വലിയ വെയിലാകും മുമ്പ് പാടങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു കയറാനാണ് പ്ലാൻ. സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചകളായതുകൊണ്ടാണ് നമ്മൾ പുനലൂർ മുതൽ തെങ്കാശി വരെയുള്ള കാഴ്ചകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത്. പിന്നീട് നമ്മൾ തെങ്കാശി മുതലുള്ള കാഴ്ചകൾ കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ആളുകൾക്കും തെങ്കാശിയിൽ വരാനായിട്ട് അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോഴാണ് പലർക്കും വഴി തെറ്റാറുള്ളത്. ഇപ്പോൾ നമ്മുടെ അകത്തേക്ക്
ക്ഷേത്രത്തിലേക്ക് കയറിയിട്ടുണ്ട്. കാശി വിശ്വനാഥർ ക്ഷേത്രത്തിലേക്കാണ് എത്തിച്ചേർന്നത്. തെങ്കാശിയിലെ തെക്കിന്റെ കാശി എന്നാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത്. സമയം 7:30 ആയിട്ടേ ഉള്ളൂ. രാവിലെയുള്ള കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നല്ല ചെറിയ കാറ്റടിക്കുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള കാറ്റ് തെങ്കാശിയെ ആകെ തഴുകിയാണ് കടന്നു പോകുന്നത്. ക്ഷേത്രത്തിനടുത്ത് നിന്ന് നമ്മൾ തിരുനെൽവേലി റൂട്ടിലേക്കാണ് പ്രവേശിച്ചത്. വലത്തേക്ക് കാണുന്നത് തിരുനെൽവേലി അംബാസമുദ്രം റൂട്ടാണ്. 2 സ്ഥലങ്ങളിലേക്കും പോകാൻ കഴിയും. നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞ് സുന്ദരപാണ്ഡിപുരം റൂട്ടിലേക്കാണ് പ്രവേശിച്ചത്. ഈ ഒരു റൂട്ടിലെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്. കീഴേപ്പുലിയൂർ എന്നാണ് പേര്. നമ്മുടെ തെങ്കാശി തിരുനെൽവേലി ലൈനിലാണ് ഈ ഒരു സ്റ്റേഷൻ വരുന്നത്. നമ്മുടെ സുന്ദരപാണ്ഡിപുരം യാത്രയിലെ 2ാമത്തെ സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പാട്ടൊക്കെ ചിത്രീകരിച്ച അന്യൻപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. സുന്ദരപാണ്ഡിപുരം യാത്രയിൽ എല്ലാ ആളുകളും ഇവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാറുണ്ട്. അന്യൻ സിനിമയിലെ ഒരു ഗാനരംഗം ചിത്രീകരിച്ച പാറ എന്നതിലുപരി ഒരുപാട് കാഴ്ചകൾ നമുക്ക് അന്യൻപാറയിൽ നിന്ന് കാണാൻ സാധിക്കും. അന്യൻപാറയുടെ ചുറ്റും നെൽപ്പാടങ്ങളാണ്. പിന്നീട് പച്ചക്കറി കൃഷിയിടങ്ങളുണ്ട്. അതുകൂടാതെ തോരണമല മുരുകൻ ക്ഷേത്രം നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് കാണാം. പിന്നീട് തെങ്കാശിയുടെ ഭാഗങ്ങൾ കാണാം. ഒരുപാട് ലേക്കുകളുണ്ട്. പിന്നീട് നമുക്ക് ഓപ്പൺ സ്പേസ് ആയ അന്യൻപാറയിൽ നിന്നാൽ ചൂട് കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇറങ്ങി വിശ്രമിക്കാനായിട്ട് താഴെ മരത്തണലുകളുണ്ട്. ഇന്ന് നമ്മൾ വന്നത് സ്വന്തം വാഹനത്തിലാണെങ്കിലും ഒരുപാട് ബസ്സുള്ള റൂട്ടാണ് ഇത്. ഈ കാണുന്ന 31F, 24A, 24B നമ്പറുകളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. അതായത് തെങ്കാശി ബസ് സ്റ്റാൻഡിലെത്തി ഈ കാണുന്ന നമ്പർ ബസ്സുകളിൽ കയറിയാൽ അന്യൻപാറ വഴി സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകുന്ന ബസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അത് കൂടാതെ തന്നെ തെങ്കാശിയിൽ നിന്ന് സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകുന്നതും പിന്നീട് തെങ്കാശിയിൽ നിന്ന് സുന്ദരപാണ്ഡിപുരം വഴി സുരണ്ടയിലേക്ക് പോകുന്ന ബസ്സുകളുമാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. ശങ്കറിന്റെയും വിക്രമിന്റെയും ഒക്കെ കരിയർ ബെസ്റ്റ് പടമായിരുന്ന അന്യൻ, ആ ഒരു സിനിമയിലെ ഒരു ഗാനരംഗമാണ് ഇവിടെ ചിത്രീകരിച്ചത്. ഒരു ഗാനരംഗം എന്ന് പറയുമ്പോൾ അത് ചിത്രീകരിച്ചത് മുഴുവനായിട്ട് നമ്മുടെ തെങ്കാശി ജില്ലയിലായിരുന്നു. നമ്മുടെ ഈ ഒരു ഭാഗത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നീട് മേക്കര അടുത്തായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഭാഗങ്ങളും ഈ സുന്ദരപാണ്ഡിപുരം ഭാഗത്ത് തന്നെയായിരുന്നു. ഈ ഒരു പാട്ടുരംഗത്തെ ഇത്രത്തോളം മനോഹരമാക്കാൻ ശങ്കർ അന്നെടുത്ത എഫേർട്ടിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം അത്രത്തോളം മനോഹരമായിട്ടാണ് ഓരോ ലൊക്കേഷനിലും ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ സുന്ദരപാണ്ഡിപുരത്തായാലും മേക്കരയിലായാലും ഓരോ ലൊക്കേഷനിലും വിവിധ തരത്തിലുള്ള ആർട്ട് വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പാറകളിൽ അന്നത്തെ തമിഴ് സൂപ്പർ സ്റ്റാറുകളുടെ പടം വരച്ചു വെച്ചത്. എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ പടമെല്ലാം മങ്ങിപ്പോയി. എങ്കിലും നല്ല ഗ്യാരണ്ടി പെയിന്റ് ആണെന്നാണ് പറയുന്നത്. ഏകദേശം 10-15 വർഷക്കാലത്തോളം ആ ഒരു പെയിന്റ് ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഇടയ്ക്ക് ഈ ലോഗോയിൽ കാണുന്ന കലാകാരന്മാർ ഈ പടങ്ങളെല്ലാം പുതുക്കി വരച്ചിട്ടുണ്ട്. പഴയതിലും ഭംഗിയായി തന്നെ ഇനി ഇവിടെ വരുന്നവർക്ക് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. ഇത് ആ കാണുന്നതാണ് തോരണമല. നമുക്ക് അന്യൻപാറയിൽ നിന്നാൽ തോരണമല നന്നായിട്ട് കാണാൻ സാധിക്കും. ഏകദേശം 17 കിലോമീറ്ററാണ് അന്യൻപാറയിൽ നിന്ന് തോരണമലയിലേക്കുള്ളത്. ഇവിടെയൊക്കെ നല്ല കാറ്റാണ് ഇന്ന് പ്രത്യേകിച്ച്. കാരണം ഞാൻ നേരത്തെ വന്നപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ മലയാളികൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസണിനെ കാത്തിരിക്കുന്നത് പോലെ തന്നെയാണ് തമിഴ്നാട്ടുകാരും കാത്തിരിക്കുന്നത്. തമിഴ്നാട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന ജില്ലകളിലുള്ള ആളുകൾ. കാരണം എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടം കടന്ന് കുറച്ച് മഴയെങ്കിലും നമ്മുടെ ഈ ഒരു അതിർത്തി ജില്ലകളിലേക്ക് എത്തും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല തെങ്കാശിയാണ്. ഈ തെങ്കാശിയിലും സുന്ദരപാണ്ഡിപുരത്തും എല്ലാം ഒരുപാട് ലേക്കുകൾ കാണാൻ സാധിക്കും. അതെല്ലാം നമ്മുടെ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലും അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂണിലും കിട്ടുന്ന മഴയിൽ നിന്ന് സംഭരിക്കുന്ന ജലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൃഷിക്കെല്ലാം അത് ഉപകാരപ്പെടും. അന്യൻപാറയിൽ നിന്ന് സുന്ദരപാണ്ഡിപുരത്തേക്ക് ഏകദേശം 6 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇനി പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് കാഴ്ചകളുണ്ട്. കാരണം കൃഷിയിടങ്ങൾ മുഴുവനായിട്ട് കാണപ്പെടുന്നത് ഈ ഒരു അന്യൻപാറയിൽ നിന്ന് സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകുന്ന യാത്രയിലാണ്. അതുകൂടാതെ സുന്ദരപാണ്ഡിപുരത്ത് നിന്ന് സുരണ്ടയിലേക്കുള്ള യാത്രയിലും കാണാൻ സാധിക്കും.
ഞാൻ നേരത്തെ ലേക്കുകളുടെ കാര്യം സൂചിപ്പിച്ചില്ലായിരുന്നോ? ഒരുപാട് ലേക്കുകളുണ്ട്. ഇതെല്ലാം അവർ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ ലേക്കിലെ വെള്ളം നിറയുമ്പോൾ മാത്രമേ അടുത്ത ലേക്കിലേക്ക് ഒരു വെള്ളം ഒഴുകുകയുള്ളൂ. ഇതിന് ഷട്ടറുണ്ട്. ആ ഒരു ഷട്ടർ തുറന്ന് അടുത്ത ലേക്കിലേക്ക് വിടും. ഇവിടെ നല്ല ഭീകരമായ കാറ്റാണ്. ഞങ്ങൾ ആ മരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. ഒരു സൈഡിലേക്ക് മാത്രമാണ് നിൽക്കുന്നത്. അവർക്ക് ഒരു സമയം പോലും ഇപ്പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് കാറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബൈക്ക് നോക്കി. ബൈക്ക് സൈഡ് ഒതുക്കിയപ്പോഴേക്കും ഏകദേശം 180 കിലോയുള്ള ഒരു ബൈക്ക് പതുക്കെ ഇങ്ങനെ ഇളകുന്നുണ്ട് ആ ഒരു കാറ്റ് കാരണം. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചാണ്, പോകുന്ന സമയത്ത് നമുക്ക് ഈ കാറ്റടിക്കുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. പക്ഷെ ഇവിടെയുള്ള ആളുകൾ കൂടുതലായിട്ട് ഈ XL100 ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അവരെങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവർക്ക് ശീലമായി കാണും. നമ്മളങ്ങനെ സുന്ദരപാണ്ഡിപുരം ടൗണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ നേരെ ഇങ്ങ് പോരുമായിരുന്നു. കാരണം സൈഡിലൊരു പൂപ്പാടം ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട പൂപ്പാടമാണ്. അവിടെ ഇറങ്ങിയില്ല. കാരണം 3:30ക്കാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ പുനലൂരിൽ നിന്ന് 5:30ക്ക് യാത്ര പുറപ്പെട്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം 4 മണിയോട് കൂടിയാണ്. കാരണം ഞാൻ അടൂരിനടുത്ത് താമസിക്കുന്ന ഒരാളാണ്. പിന്നീട് പുനലൂരെത്തിയാണ് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ആഹാരമൊന്നും കഴിച്ചിരുന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കഴിക്കാനായിട്ട് ഈ ഒരു ജയ് രാജാസ് കഫേ എന്ന് പറയുന്ന കഫേയുടെ അടുത്ത് വന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇത് റെസ്റ്റോറൻ്റ് അല്ല. റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടീ ഷോപ്പ് മാത്രമാണ്. അതായത് ടീയും കോഫിയും ഉണ്ട്, പിന്നീട് ചെറുകടികളും ഉണ്ട്. അത് തമിഴ്നാട് ജനതയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നട്ടുച്ചയ്ക്ക് പോലും അവർ ഇതുപോലെ ചായയും ചെറുകടികളും ഒക്കെ വാങ്ങി കഴിക്കുന്നത് കാണാം. ഞാനും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ആ കടയിലിരുന്നൊരു ചേട്ടൻ തൊട്ടടുത്ത് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് കടയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു കടയിലേക്ക് പറഞ്ഞു വിട്ടു. ഒരു കുഞ്ഞു കടയാണ്. നമ്മൾ അന്ന് എലത്തൂരിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു, അതുപോലെ ഒരു കുഞ്ഞു കടയാണ്. എന്തായാലും ഇതുപോലുള്ള കുഞ്ഞു കടകളിൽ നല്ല രുചികരമായ ഭക്ഷണം കിട്ടാറുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വണ്ടി ഇവിടെയായിട്ട് കൊണ്ടുവന്ന് ഒതുക്കി. ഇവിടത്തേക്ക് പാർക്കിംഗ് ഒരു പ്രശ്നമാണ്. കാരണം തൊട്ട് ഫ്രണ്ടിലായിട്ട് എല്ലായിടവും വീടുണ്ട്. കാരണം അവരുടെ വീടിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാകും. എന്തായാലും കടയ്ക്കുള്ളിലേക്ക് കയറി. വളരെ പഴയൊരു കടയാണ്. കാരണം ഇവർ തുടങ്ങിയ ആളുകളുടെ ആണെന്ന് തോന്നുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചെറിയ ഡൈനിങ് ഏരിയ ആണ്. കാരണം 4 അല്ലെങ്കിൽ 5 പേർക്ക് മാക്സിമം ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയ ആണ്. ഇടയിലാണ് ഭക്ഷണം തരുന്നത്. പൂരിയും ഇഡലിയും ഒക്കെയാണ് പ്രധാന ഭക്ഷണം. ഞങ്ങൾ എന്തായാലും ആദ്യം പൂരി പറഞ്ഞു. നല്ല രുചികരമായ ഭക്ഷണമായിരുന്നേ. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 112 രൂപ മാത്രമേ ആയുള്ളൂ. നല്ല പൂരിയായിരുന്നു. പിന്നീട് ഞങ്ങൾ ആ ഇഡലി കണ്ടപ്പോൾ പിന്നീട് ഒന്നും കൂടി വാങ്ങി കഴിച്ചതാണ്. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ 2 വീതം വാങ്ങി കഴിച്ചു. എന്തായാലും നാട്ടിലെ വിലയെ അപേക്ഷിച്ചിട്ട് നല്ല കുറവുണ്ട്. സുന്ദരപാണ്ഡിപുരം ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കട വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഡൈനിങ് സ്പേസ് കുറവാണ്, ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല എങ്കിൽ പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകാം, വണ്ടിയിലൊക്കെ ഇരുന്ന് കഴിക്കാം. പിന്നീട് ഇവിടെ UPI പേയ്മെൻറ്റ് ഉണ്ട്. ചില സ്ഥലങ്ങളിലൊന്നും UPI പേയ്മെൻറ്റ് കാണാറില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ തെങ്കാശി ഡയറക്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ടൗണിലേക്ക് വന്നത്. ഇനി നമുക്ക് അവിടുത്തെ ഒരു സൂര്യകാന്തി പാടം കാണാനായിട്ട് പോകണം. ഈ ഒരു പാടം എന്ന് പറയുമ്പോൾ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബസ്സിൽ വരുമ്പോഴും നമുക്ക് ആ ഒരു പാടത്ത് പോകാം. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ആ പാടത്തിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു തരും. നമ്മുടെ തെങ്കാശി സുന്ദരപാണ്ഡിപുരം റോഡിൻ്റെ സൈഡിലായിട്ടാണ് അവിടെ ഒരു ലേക്കുണ്ട്. ഈ ലേക്കാണ് ഇതിപ്പോൾ നിലവിൽ വറ്റിക്കിടക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പാടം വരുന്നത്. ആ ഒരു ഡയറക്ഷൻ തെങ്കാശിയും ഇപ്പുറത്തേക്ക് സുന്ദരപാണ്ഡിപുരവുമാണ്. അതിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഒരു പാടം വരുന്നത്. ഇത് പ്രധാനമായിട്ടും എല്ലാ സീസണിലും അവർ ഒരുക്കുന്ന ഒരു പാടമാണ്. എല്ലാ സീസണിലും ഇവിടെ പൂവുണ്ടാവും. തെങ്കാശിയിൽ നിന്ന് അന്യൻപാറ റൂട്ട് വരുമ്പോൾ ഇവിടെയായിട്ട് ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് അത് നോക്കി അകത്തേക്ക് അങ്ങ് കയറിയാൽ മതി. അവിടെ നിന്ന് ഒരു 500 മീറ്റർ അകത്തേക്ക് പോകുമ്പോൾ സൂര്യകാന്തി പാടത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇത് ലേക്കിലേക്കുള്ള വഴിയാണ്. പിന്നീട് വലിയ വാഹനങ്ങൾ പോകുമെന്ന് സംശയമാണ്. എന്തായാലും കാർ അടക്കമുള്ള വാഹനങ്ങൾ ഇതുവഴി പോകാൻ പറ്റും. ഈ ഒരു ലേക്കിലേക്ക് എത്തിച്ചേർന്നാൽ ചില സമയങ്ങളിൽ ഇവിടെ നല്ല വെള്ളം കാണും. അപ്പോൾ നമ്മൾ ആ ഓരം ചേർന്നങ്ങ് പോയാൽ മതി. കഴിഞ്ഞ വർഷമൊക്കെ വരുമ്പോൾ ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എൽനിനോ സീസൺ ആയതുകൊണ്ടാകണം ഇവിടെ വലിയ വെള്ളമൊന്നുമില്ല. എന്തായാലും ആ ഓരം ചേർന്ന് നമുക്ക് പോകാൻ കഴിയും. പിന്നീട് സൂക്ഷിച്ച് പോകണമെന്ന് മാത്രം. എന്തായാലും കാറും ബൈക്കും എല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇവിടെയുണ്ട്.
എണ്ണ ഉൽപാദനം മാത്രം ലക്ഷ്യമിട്ട് ഇപ്പോൾ സുന്ദരപാണ്ഡിപുരത്ത് ആരും സൂര്യകാന്തി കൃഷി ചെയ്യാറില്ല. പ്രധാനമായിട്ടും വരുന്ന സഞ്ചാരികളെ നോക്കിയാണ് അവർ സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. മലയാളികളെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണം കഴിഞ്ഞ് പിടിക്കത്തക്ക രീതിയിലാണ് പല ചെടികളും നട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡിൽ കുറച്ച് ചെടികളുണ്ട്, നേരത്തെ നട്ടതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് കയറി വരുന്ന വഴിയിൽ കുറച്ച് പുതിയ ചെടികൾ കാണാൻ പറ്റും. അതെല്ലാം ഓണത്തിന് ശേഷം നമുക്ക് കാണാനായിട്ടാണ് അവർ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അത് ഓണത്തിന്റെ അടുപ്പിച്ച് അല്ലെങ്കിൽ ഓണം കഴിയുമ്പോഴേക്കും ഈ ഒരു പാകത്തിലായി മാറും. ഒരാൾക്ക് 50 രൂപ നിരക്കിലാണ് അവർ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. വളരെ മാന്യമായിട്ടുള്ള തുകയാണ്. കാരണം അവരൊരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നട്ടുപിടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 50 രൂപ എന്ന് പറയുന്നത് അവർക്ക് മാന്യമായിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു ഫീസാണ്. പിന്നീട് ക്യാമറയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഫീസ് മേടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് കയറി ഫോട്ടോസും വീഡിയോസും റീലും ഒക്കെ എടുക്കാം. ചെടികൾ നശിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. സമയം ഏതാണ്ട് 10 മണിയോട് അടുക്കുന്നതേ ഉള്ളേ. അതുകൊണ്ട് തന്നെ വലിയ വെയിലൊന്നുമില്ലാതെ ആദ്യത്തെ സൂര്യകാന്തിപ്പാടം കണ്ടു. ഇനി വീണ്ടും സുന്ദരപാണ്ഡിപുരം ഡയറക്ഷനിൽ പോവുകയാണ്. നേരെ തിരിച്ച് വലത്തേക്ക് പോയാൽ നമ്മൾ തെങ്കാശിയിലേക്കാണ് പോകുന്നത്. വീണ്ടും സുന്ദരപാണ്ഡിപുരം ടൗണിലേക്ക് പോകുന്നതിന് കാരണം ബസ്സിൽ വരുന്നവർക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ടൗണിലേക്ക് പോയാൽ ടൗണിനടുത്തുള്ള ചെറിയ കാഴ്ചകളൂടി കണ്ടിട്ട് അവർക്ക് തിരികെ പോകാൻ കഴിയും. അങ്ങനെ നമ്മൾ സുന്ദരപാണ്ഡിപുരം ടൗണിലേക്ക് പോവുകയാണ്. നമ്മളങ്ങനെ വീണ്ടും സുന്ദരപാണ്ഡിപുരം ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നേരെ കിടക്കുന്ന വഴിയിൽ, അതായത് നമ്മൾ നേരത്തെ കണ്ട ജയ് രാജാസ് കഫേയിലെ ആ ഒരു കഫേയുടെ അവിടെ നിന്ന് ഇടത്തേക്ക് ഒരു വഴി അകത്തേക്ക് കാണാം. ആ ഒരു വഴിയിലൂടെ പോകുമ്പോഴാണ് നമ്മൾ സുന്ദരപാണ്ഡിപുരത്തെ അഗ്രഹാരങ്ങളിലേക്ക് പോകുന്നത്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത നല്ല പഴക്കമുള്ള ഒരു അഗ്രഹാരമാണ് സുന്ദരപാണ്ഡിപുരത്തേത്. സുന്ദരപാണ്ഡിപുരം അഗ്രഹാരത്തിന് തൊട്ടടുത്തായിട്ട് തെപ്പക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. ചെറിയ കുളമാണ്. അതും ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്, മലയാളവും തമിഴും അടക്കം. അഗ്രഹാരങ്ങളുടെ എൻഡിലായിട്ടാണ് നമ്മുടെ തെപ്പക്കുളം വരുന്നത്. നമ്മൾ നേരെ ഈ ഒരു വഴിയിൽ വന്നാൽ മതി. കാറൊക്കെ ആണെങ്കിൽ ഇവിടെ വരെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക. അതല്ല 2 വീലർ ആണെങ്കിലും വേണമെങ്കിലും നമുക്ക് അകത്തേക്ക് കൊണ്ട് പാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ നിന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞതാണ് നമുക്ക് അകത്തേക്ക് കയറി പാർക്ക് ചെയ്യാമെന്ന്. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എന്നോട് ഈ തെപ്പക്കുളത്തിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. പകൽപൂരം സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്തായാലും നമ്മൾ അകത്തേക്ക് കയറി ബൈക്ക് അവിടെ പാർക്ക് ചെയ്തു. അവന്മാരെ പരിപ്പ് അവനളക്കും. എന്റെ ദൈവമേ, ഒറ്റകളെ കുറച്ച് ഉച്ചത്തിൽ നിലവിളിച്ചോ. രണ്ടിന്റെയും അവസാനത്തെ നിലവിളിയായത്. പകൽപൂരം സിനിമയിലെ ഈ ഒരു സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെയുള്ള ഒരുപാട് തമിഴ് പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, മലയാള പടങ്ങളും. പിന്നീട് എല്ലാ സേവ് ദ ഡേറ്റ് ആളുകളുടെയും ഒരു ഇഷ്ട ലൊക്കേഷനാണ് ഈ ഒരു ഭാഗം, തെപ്പക്കുളം എന്ന് പറയുന്നത്.
ഇവിടെയും കാറ്റിന് കുറവൊന്നുമില്ല. ചൂടിന് ആശ്വാസം എന്നോണം നല്ല കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കൽമണ്ഡപത്തിൽ ഇരുന്നൊന്ന് മയങ്ങി. എന്തായാലും രാവിലെ ഇറങ്ങിയ ക്ഷീണമൊക്കെ ഈ ഒരു കൽമണ്ഡപത്തിൽ ഇരുന്ന് ഉറങ്ങി തീർത്തു. വീടുകളുടെ പൂമാല എന്നാണ് അഗ്രഹാരങ്ങളുടെ അർത്ഥം. ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും സിനിമാക്കാർ വരുന്നതിന് കാരണം തെങ്കാശി അത്രയ്ക്ക് മനോഹരമാണ്. തെങ്കാശിയിലെ മുക്കിലും മൂലയിലും നമുക്ക് സിനിമാ ലൊക്കേഷനുകൾ കണ്ടെത്താൻ കഴിയും. അത്തരത്തിലുള്ള ഏറെ പഴക്കം ചെന്ന ഒരു സിനിമാ ലൊക്കേഷനാണ് സുന്ദരപാണ്ഡ്യപുരത്തെ ഈ ഒരു അഗ്രഹാരം. വീണ്ടും സുന്ദരപാണ്ഡ്യപുരം ടൗണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് സുരണ്ടെ റൂട്ടിലാണ്. സുരണ്ടെ റൂട്ടിൽ പോയാൽ നമുക്ക് ഒരുപാട് കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കും, പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൃഷിയിടങ്ങളൊക്കെ കണ്ട് സുരണ്ടെ മാർക്കറ്റും കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് പൂപ്പാടങ്ങൾ കൂടി കണ്ടുപിടിക്കണം. ഇനി അങ്ങോട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാം. നമ്മുടെ സുന്ദരപാണ്ഡ്യപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് തെങ്കാശി ബസ്സിൽ കയറി നാട്ടിലേക്ക് മടങ്ങാം. കാരണം നിങ്ങൾക്ക് ഒരു സൂര്യകാന്തി പാടം മാത്രം കണ്ട് നിങ്ങൾക്ക് അഗ്രഹാരവും കണ്ട് മടങ്ങാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, സ്വകാര്യ വാഹനങ്ങളിൽ വരികയാണെങ്കിൽ വേണമെങ്കിൽ ഈ സുരണ്ടെ റൂട്ടിൽ പോയി സുരണ്ടയിലെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ കണ്ട് മാർക്കറ്റും കണ്ടു വേണമെങ്കിൽ പച്ചക്കറിയും വാങ്ങിയിട്ട് തിരികെ പോകാം. നമ്മളെന്തായാലും സുരണ്ടയിലെ ആ ഒരു പാടങ്ങളെല്ലാം കണ്ട് മാർക്കറ്റും കണ്ടിട്ടാണ് തിരികെ പോകാൻ ഉദ്ദേശിക്കുന്നത്. റോഡിൻ്റെ ഇരുവശവും വിവിധ തരം കൃഷിയിടങ്ങളാണ്. നമ്മളങ്ങോട്ട് മുന്നോട്ട് വരുന്ന വഴിയിൽ വേറൊരു സൂര്യകാന്തി പാടവും കൂടി കണ്ടു. ഇവിടെ പക്ഷേ തുടക്ക സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ, ഒരുപാട് പൂക്കളൊന്നും ആയിട്ടില്ല. കൃഷി ഇറക്കാനായിട്ട് അവർ പുറകിലൊക്കെ തൈകൾ നട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെയും ഒരു പൂപ്പാടമുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാ ലൊക്കേഷൻ്റെയും മാപ്പ് ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതൊരു തുടക്ക സ്റ്റേജിലാണ്. നമ്മൾ എവിടെ കയറണമെങ്കിലും പാസ് കൊടുക്കണം. ഇവിടെയും പാസ് വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതുകൂടാതെ ഞാൻ വേണമെങ്കിൽ റൂട്ട് ഒന്നും കൂടി പറയാം. സുന്ദരപാണ്ഡ്യപുരത്ത് നിന്ന് നമ്മൾ സുരണ്ടയിലേക്ക് പോകുന്ന പ്രധാന റോഡുണ്ട്. ആ റോഡിൻ്റെ വലതുവശത്തായിട്ടാണ്. ഒരുപാട് വരണ്ട, കുറച്ച് ദൂരം, ഒരു 1-2 കിലോമീറ്റർ വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പാടം കാണാൻ സാധിക്കും. സമയം ഏതാണ്ട് 12:30 എടുക്കുന്നു. നല്ല ദാഹമുണ്ട്. ഞങ്ങൾ മിനറൽ വാട്ടർ ഒന്നും കരുതിയിരുന്നില്ല. എന്തായാലും വഴിയിൽ കണ്ട ഒരു കുഞ്ഞു കടയിൽ കയറി 2 സോഡാ നാരങ്ങ വെള്ളം പറഞ്ഞു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ കാണുന്നത് ചോളമാണ്. ഞാൻ കടയിൽ ചോദിച്ചു. എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു വേറെ എന്തെങ്കിലും ആണോ എന്ന്. അപ്പോൾ ആ ഒരു കടയിലെ ചേട്ടനാണ് പറഞ്ഞത് ഇത് ചോളമാണെന്ന്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാനിത് കണ്ടിരുന്നു. എനിക്കിത് ചോളമാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. എന്തായാലും തമിഴ്നാട്ടിൽ ഈ ഒരു ഭാഗത്തെല്ലാം ഒരുപാട് ചോളം കൃഷി ചെയ്യുന്നുണ്ട്. സുരണ്ടെ സുന്ദരപാണ്ഡ്യപുരം തെങ്കാശി ബസ്സാണ് പോയത്. അപ്പോൾ വേണമെങ്കിൽ ബസ്സിലും വന്ന് ഇവിടേക്ക് ഇറങ്ങി കാഴ്ചകൾ കാണാം. വഴിയിലുള്ള ചെറിയുള്ളി കൃഷി ചെയ്യുന്നൊരു തോട്ടത്തിലേക്ക് കയറിയേ. അവിടെ നിന്ന് ജോലി ചെയ്ത ചേട്ടനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് കയറിയത്. ഇനി നിങ്ങൾ വരുമ്പോഴായാലും പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രം അകത്തേക്ക് കയറുക. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നി പിന്നീട് വരുന്നവരെ അവർ തടഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രം അകത്തേക്ക് കയറുക. ഇപ്പോൾ ചെറിയുള്ളിയുടെ വിളവെടുപ്പ് സീസണാണ്. എന്തായാലും നല്ല രസമുണ്ട് ആ ഒരു കാഴ്ച കാണാനായിട്ട്. മണ്ണിൻ്റെ അടിയിൽ നിന്ന് ചെറിയ മൺവെട്ടി പോലെയുള്ള ഒരു ഉപകരണം വെച്ച് കുഴിച്ചെടുക്കുകയാണ്. 2 വശത്തും മൂർച്ചയുള്ള ഭാഗമാണ്. ഒരു വശം വെച്ച് കിളച്ചെടുത്ത് ചിലത് മുൻവശം വെച്ചും കിളച്ചെടുക്കുന്നുണ്ട്. അത് പിന്നീട് ഒരു സൈഡിലേക്ക് കൂട്ടിയിട്ടിട്ടാണ് ഒരുമിച്ച് എടുത്തുകൊണ്ട് പോകുന്നത്. എന്തായാലും നല്ല രസമാണ് കാണാനായിട്ട്. ചെറുതും വലുതുമായ പല ഇനം ഉള്ളികളുണ്ട്.
തമിഴ്നാട്ടിലെ കിണറുകളുടെ വലിപ്പം പിന്നെ പറയാതെ തന്നെ അറിയാമല്ലോ. ഇത്രയും വലിപ്പമുള്ള കിണറുകളാണ് അവർ കുഴിക്കുന്നത്. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലിനോ കാരണം പല കിണറുകളിലും വെള്ളം വറ്റി തുടങ്ങി. ഇവിടെ എന്തായാലും നല്ല വെള്ളമുണ്ട്. അപ്പോൾ അവർ ഈ ലേക്ക് വഴി ഇങ്ങനെ വെള്ളം സംഭരിച്ച് നിർത്തുന്നതിൻ്റെ ഒരു ഉപകാരം ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. കാരണം ഇവിടുത്തെ ഈ ഒരു കിണറുകളിലെല്ലാം നല്ല വെള്ളം വന്ന് കയറുന്നുണ്ട് ഉറവയായിട്ട്. സുരണ്ടെ ടൗണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ ഒരുപാട് കൃഷിയിടങ്ങളുണ്ടായിരുന്നു. ഉള്ളി മാത്രമല്ല, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കറിവേപ്പും മുളകും ഒക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ്. പിന്നീട് ഒരുപാട് കൃഷിയിടങ്ങൾ അതിനകത്തേക്കുണ്ട്. നമ്മൾ എന്തായാലും സുരണ്ടെ മാർക്കറ്റിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഉള്ളിപ്പാടത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരികെ പോന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് സുരണ്ടയിലെ പുതിയ വെജിറ്റബിൾ മാർക്കറ്റിന് മുന്നിലായിട്ടാണ്. ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റാണ്. നമ്മുടെ നാട്ടിലെ പച്ചക്കറി കടകളിലേക്കൊക്കെ പച്ചക്കറി ലേലം ചെയ്ത് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ്. ശങ്കരൻകോവിൽ സുരണ്ടെ റൂട്ടിലാണ് ഈ ഒരു പച്ചക്കറി മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അകത്ത് പാർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കാൻ പോയതാണേ. അകത്ത് പാർക്കിംഗ് ഉണ്ട്, പക്ഷേ പിന്നീട് വലിയ തിരക്കൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോകാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചിട്ട് അകത്ത് കയറി കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതി. ഞാൻ പറഞ്ഞു ഹോൾസെയിൽ മാർക്കറ്റ് ആണെന്ന്. തെങ്കാശി സൈഡിലെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണ് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. കർഷകർ ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. പിന്നീട് വലിയ വ്യാപാരികൾ വന്ന് അത് ലേലം ചെയ്ത് എടുത്തുകൊണ്ട് പോകും. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഒരുപാട് വ്യാപാരികൾ ഇവിടെ വന്ന് പച്ചക്കറികൾ എടുത്തുകൊണ്ട് പോകാറുണ്ട്. പിന്നീട് സുരണ്ടെ മാർക്കറ്റും പാവൂർ ചത്രം മാർക്കറ്റും ഉണ്ട്. പാവൂർ ചത്രം നമ്മുടെ തിരുനെൽവേലി റൂട്ടിലുള്ള ഒരു മാർക്കറ്റാണ്. അത് വൈകുന്നേരമാണ് അവിടെ ലേലം തുടങ്ങുന്നത്. സുരണ്ടയിൽ പക്ഷേ രാവിലെ തന്നെ ലേലം തുടങ്ങും. നമ്മളിപ്പോൾ വന്ന സമയത്ത് ലേലമൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു. പിന്നെ നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ്. വെജിറ്റബിൾ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് കൊണ്ടുപോകാൻ പറ്റിയ ചാക്കും കൊട്ടകളും മാത്രം വിൽക്കുന്ന കടകളും ഇവിടെയുണ്ട്. എല്ലാം ഓടി നടന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ലേല സമയമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ പകുതി ആളുകളും പോയി കഴിഞ്ഞു. പിന്നീട് ലേലം വിളിച്ച സാധനങ്ങളൊക്കെ വാഹനങ്ങളിൽ കയറ്റുന്ന തിരക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ദിവസം വരുന്നുണ്ട്. നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി വരുന്നത് സുരണ്ടെ മാർക്കറ്റിൽ നിന്നാണ്. അതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് ഒരു ദിവസം അത് വന്ന് എടുത്തിട്ട് പോകാം. സുരണ്ടയിൽ നിന്ന് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സാംബോർ വടക്കരയിലേക്കാണ്. ഞാൻ നേരത്തെ വടകര എന്നാണ് പറയുന്നത്, പക്ഷെ വടക്കരയിൽ നിന്നാണ് ഒരു ഇക്ക ചേർത്തിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഇവിടെയായിട്ടൊരു സൂര്യകാന്തി പാടമുണ്ട്. നമ്മളിപ്പോൾ വന്നത് സുരണ്ടയിൽ നിന്ന് സാംബോർ വടക്കരയിലേക്കാണ്. അതായത് നമ്മുടെ സുന്ദരപാണ്ഡിപുരം ചുറ്റിയാണ്, ഒരു റിംഗ് റോഡ് പോലെയാണ് നമ്മൾ വരുന്നത്. ഞാൻ മാപ്പ് കാണിക്കാം. പഴയ തിരുവിതാംകൂറിൻ്റെ ഒരു ബോർഡർ ആയിരുന്നു സാംബോർ വടകര. ഇവിടെ വരെയായിരുന്നു തിരുവിതാംകൂർ ഉണ്ടായിരുന്നത്. ഞാൻ ഒന്നും കൂടി ആ ഒരു സ്ഥലം പറഞ്ഞു തരാം. നമ്മളിപ്പോൾ കാണുന്നത് സാംബോർ വടകരയിലേക്ക് പോകുന്ന റോഡാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ വശം എന്ന് പറയുമ്പോൾ ആയിക്കുടി ചെങ്കോട്ട റൂട്ടിലേക്ക് പോകുന്ന റോഡാണ്. ആ രണ്ട് റോഡിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഈ ഒരു പാടം വരുന്നത്. മിക്ക സീസണുകളിലും ഇവിടെ ഒരു പാടം ഉണ്ടാകാറുണ്ട്. നേരത്തെ അവിടെ ഒരു പമ്പിൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആ പമ്പിൻ്റെ അടുത്തുള്ള പാടം അവിടെ ഇല്ല. എന്തായാലും ഒരു കൃഷി ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും ഒരു തൈ പോലും അവിടെ നട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇവിടെയാണ് പിന്നീട് ഒരു പാടം ഉള്ളത്. അതായത് നമ്മൾ സാംബോർ വടകര റോട്ടിൽ നിന്ന് ആയിക്കുടി റോട്ടിൽ വരുമ്പോൾ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ ഒരു പാടം ഉള്ളത്. എന്തായാലും അതൊരു സ്പോട്ടാണ്. സുന്ദരപാണ്ഡിപുരത്ത് നിന്ന് സുരണ്ടെ എത്തി, സുരണ്ടയിൽ നിന്ന് സാംബോർ വടക്കരയിലെത്തി. അവിടെ നിന്ന് നമ്മൾ വീണ്ടും ആയിക്കുടി റൂട്ടിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ആയിക്കുടി റൂട്ടിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചെങ്കോട്ട വഴി തെങ്കാശി വഴി അല്ലെ വീട്ടിലേക്ക് പോകാം. അതുകൂടാതെ വേണമെങ്കിൽ സുന്ദരപാണ്ഡിപുരത്തേക്ക് വീണ്ടും പോകാൻ ഒരു റോഡുണ്ട്. നമുക്ക് എന്തായാലും ആ റോഡിലേക്ക് ഒന്ന് കടക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ സുന്ദരപാണ്ഡിപുരത്തേക്ക് വീണ്ടും പോകുന്നത്. നേരെ കിടക്കുന്ന റോഡ് ചെങ്കോട്ടയ്ക്കാണ്. കാംബ്ലി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. സാംബോർ വടക്കരയ്ക്ക് തൊട്ടടുത്തുള്ള സ്ഥലം. ഒരുപാട് മലനിരകളും ചെറിയ കൃഷിപ്പാടങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. നമുക്ക് ഇവിടെ നിന്ന് സുന്ദരപാണ്ഡിപുരത്തേക്കുള്ള റോഡും അതിമനോഹരമാണ്. സൈഡിൽ ലേക്കാണ്. അത് കഴിഞ്ഞാൽ കൃഷിയിടങ്ങൾ കാണാം. പിന്നെ വിൻഡ് മില്ലുകൾ കാണാം. നല്ല നിവർന്ന് കിടക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുള്ള റോഡാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് ഇതുവഴി പോകാമെന്ന് കരുതിയത്. വളരെ മനോഹരമായൊരു പാതയാണ്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് വിൻഡ് മില്ലുകളുള്ളൊരു ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഇവിടെയായിട്ട് ചെറിയൊരു സൂര്യകാന്തി തോട്ടം കാണാം. ഒരുപാടൊന്നുമില്ല. കുറച്ച് കൃഷിക്ക് ഇടയിലായിട്ട് ചെറിയ കുറച്ച് തൈകൾ നിൽക്കുന്നു. എന്തായാലും ഇതും ഒരു സ്പോട്ടാണ്. നമ്മുടെ കാംബ്ലി സുന്ദരപാണ്ഡിപുരം റോഡിലായിട്ടാണ് ഇത് വരുന്നത്. ഏകദേശം കാംബ്ലിയിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ പാടം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാനാണെങ്കിൽ ഈ ഒരു പാടം കയറി കാണാവുന്നതാണ്. എന്തായാലും നല്ല സ്ട്രെയിറ്റ് റോഡാണ് മുന്നിലേക്ക് കാണുന്നത്. രണ്ട് സൈഡിലും വിൻഡ് മില്ല് കാണാം.
സീസൺ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾ വഴിയിൽ കണ്ട പകുതിയോളം വണ്ടികൾ കേരള രജിസ്ട്രേഷൻ വണ്ടികളായിരുന്നു. ഓണമായി കഴിഞ്ഞാൽ പിന്നീട് മലയാളികളുടെ വണ്ടി കൊണ്ട് ഇവിടെ നിറയും. അത്രയ്ക്ക് ആളുകളാണ് ഓണം സീസണിൽ ഇവിടെ വന്നിട്ട് പോകുന്നത്. കാരണം ഈ സൂര്യകാന്തി കാണാനായിട്ടാണ് വരുന്നത്, പിന്നീട് തെങ്കാശിയിലെ കാഴ്ചകളൊക്കെ കാണാനും. കാംബ്ലി സുന്ദരപാണ്ഡിപുരം റൂട്ടിലെ തട്ടാംകുളത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. നമ്മുടെ യാത്രയിലെ 5ാമത്തെ സ്പോട്ടാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ പോയ സൂര്യകാന്തി പാടത്തിലെല്ലാം നല്ല അകലത്തിലാണ് നമ്മുടെ തൈ നട്ടുവെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം എല്ലാം അടുത്തടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂ പിടിച്ചു കഴിഞ്ഞാൽ ഫോട്ടോയൊക്കെ എടുക്കാൻ ഭയങ്കര രസമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള നമ്മുടെ ടൗണിലെ സൂര്യകാന്തി പാടമാണെങ്കിലും നമ്മൾ വന്ന വഴിയിലുള്ള പാടങ്ങളെല്ലാം ആണെങ്കിലും അത്യാവശ്യം അകലത്തിലാണ് അവർ നട്ടിരുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാം അടുത്താണ് നട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഓണം സമയമൊക്കെ ആകുമ്പോഴേക്കും ഇതെല്ലാം പൂക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോകാം. എന്തായാലും ലൊക്കേഷൻ ഞാൻ പറയാം. തട്ടാംകുളമാണ്. നമ്മുടെ കാംബ്ലിയിൽ നിന്ന് സുന്ദരപാണ്ഡിപുരത്തേക്ക് വരുന്ന വഴിയിലായിട്ടാണ് ഈ ഒരു കാഴ്ചയുള്ളത്. ഇവിടെയായിട്ട് അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പുറത്തായിട്ട് ചെറിയൊരു ഗ്രൗണ്ട് കണ്ടു. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണാം. ഇതുവരെ കണ്ടതിൽ എനിക്ക് കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് തോന്നിയൊരു പാടം ഇതാണ്. പോയി അങ്ങനെയുള്ള സുറ്റി വരും. നമ്മളങ്ങനെ തിരിച്ച് വീണ്ടും സുന്ദരപാണ്ഡിപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 2 മണിയോട് അടുപ്പിച്ചായി സമയം. നമ്മൾ ഇനി വേറെ എങ്ങും പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം, ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ നിന്ന് വേണമെങ്കിൽ കുറ്റാലമൊക്കെ പോകാം, അല്ലെങ്കിൽ തെങ്കാശിയിലോ പാവൂർ ചത്രമോ അവിടെയെല്ലാം പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. എന്തായാലും നമ്മൾ ഇനി നാട്ടിലേക്കാണ് മടങ്ങുന്നത്. അങ്ങനെ ഈ വർഷത്തെ സൂര്യകാന്തി സീസണിലെ പാടകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് കാണാനാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ വന്നത്. പിന്നീട് സുന്ദരപാണ്ഡിപുരത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്നും കരുതി. എന്തായാലും കുറച്ചും കൂടി നിങ്ങൾ വരുന്ന സമയത്ത് പച്ചപ്പൊക്കെ ഉണ്ടാകും. കാരണം ഓഗസ്റ്റ് മാസമൊക്കെ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. ലേക്കെല്ലാം വറ്റിക്കിടക്കുകയാണ്. മിക്ക സമയത്തും ആളുകൾ വരുമ്പോൾ ഇറങ്ങുന്ന ഒരു ലേക്കാണ്. എന്തായാലും അതൊക്കെ ഇപ്പോൾ വറ്റിക്കിടക്കുകയാണ്. ഇനി ഓഗസ്റ്റിൽ വരുമ്പോൾ ഓണമൊക്കെ സമയത്ത് അത്യാവശ്യം വെള്ളം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് ഇവിടെയായിട്ടൊരു കാവൽപ്പുര കണ്ടു. എന്തായാലും ലേക്ക് വറ്റിക്കിടക്കുകയാണ്. പിന്നെ എന്തിനുള്ളതാണെന്ന് അറിയില്ല. ഇവിടെ കുറച്ച് വലയൊക്കെ ഇരിക്കുന്നുണ്ട്. മീൻ പിടിക്കാനുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു. എന്തായാലും ആട്ടെ, നമുക്ക് എന്തായാലും തിരിച്ച് നാട്ടിലേക്ക് പോകാം. ഇനി നമ്മൾ നേരെ വേറെ റൂട്ട് വഴിയാണ് പോകുന്നത്. വേറെ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പോയിട്ടുള്ള റൂട്ട് തന്നെയാണ്. മേക്കരയിലെത്തി അച്ചൻകോവിൽ വഴിയാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. നമ്മൾ തെന്മല വഴിയല്ല, വന്ന വഴിയല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് താമസം എടുക്കും. കാരണം ആ ഒരു വഴിയിലൂടെ ഫോറസ്റ്റ് റൂട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കയറി പോകുന്നതിന് കുറച്ച് പാടാണ്. പോകുന്ന വഴിയിൽ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കഴിക്കണം. നമ്മളങ്ങനെ തെങ്കാശിയിൽ നിന്ന് ഇളഞ്ചിയിലേക്കുള്ള റൂട്ടിൽ ഒരു ഹോട്ടൽ കയറി. ഓലപ്പരയാണ്, മുകളിലൊക്കെ ഓല ഇട്ടിട്ടുണ്ട്. അതിന് മുകളിൽ പിന്നീട് വേറെ എന്തൊക്കെയോ ഉണ്ട്. എന്തായാലും അതിൻ്റെ ഇടയിലായിട്ട് ഓലയുണ്ട്. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ 2 ബിരിയാണി ഒരു 65 ആണ് ഓർഡർ ചെയ്തത്. 470 രൂപയായി. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ ആകെ ചിലവെന്ന് പറയുമ്പോൾ രാവിലെ 650 പെട്രോൾ അടിച്ചു. പിന്നീട് 112 രാവിലത്തെ ഭക്ഷണം, 100 എൻട്രി ഫീസ്, പിന്നീട് ഉച്ചയ്ക്കത്തെ ഭക്ഷണം 470, പിന്നീട് 500 രൂപയും കൂടെ ചേർത്തിട്ടുണ്ട് മറ്റ് ചിലവുകളെല്ലാം കൂടി. അങ്ങനെ 2 പേർക്കും കൂടി 1932, ഒരാൾക്ക് 916 രൂപയാണ് ആയത്. എന്തായാലും ഇതിൽ ഭക്ഷണത്തിൻ്റെ ചിലവ് നിങ്ങൾക്ക് മാറ്റം വരാം. ബാക്കിയൊക്കെ ഏകദേശം ഈ ഒരു കണക്കായിരിക്കും വരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നത് കറവൂർ വഴിയാണ്. കറവൂരിൽ നിന്ന് പുന്നല വഴിയാണ് ഞങ്ങൾ അടൂരേക്ക് പോകുന്നത്. അങ്ങനെ വന്ന വഴിയിൽ കണ്ടൊരു ഗ്രൗണ്ടാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. നല്ല ഫുട്ബോൾ കളിയുമാണ്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് കണ്ടു. വനമേഖലയുടെ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ഈ കറവൂരും പുന്നലയും ഒക്കെ. ഈ ഗ്രൗണ്ടും വരുന്നത് ഒരു വനമേഖലയുടെ അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ വേറൊരു യാത്രയുമായിട്ട് ഉടനെ തന്നെ മടങ്ങി വരുന്നതാണ്. അതുവരേക്കും നന്ദി. അപ്പൊ